അങ്ങനെ നമ്മുടെ അജയ് ഭൂമിയുടെ മുന്നിൽ മുട്ട് മടക്കാണ്. ഭൂമിയോട് മാപ്പ് പറയാണ് അജയ്. കാരണം നമ്മുടെ ഭൂമികാരനാണല്ലോ ആഭ്യന്തരമന്ത്രിയുടെ കേസൊക്കെ തെളിയിക്കാൻ പറ്റിയത്. അപ്പൊ അതിന്റെ ഒരു ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനം ഭൂമിയുടെ അടുത്ത് മാപ്പ് പറയുവാണ് അജയ്. പക്ഷെ ഭൂമി എന്ത് ചെയ്യുന്നു? അയ്യോ വേണ്ട സാറേ എന്നും പറഞ്ഞുകൊണ്ട് അജയുടെ മണ്ടയിലോട്ട് കയറി വീണ്ടും രണ്ടുപേരൂടെ ഭയങ്കര വഴക്ക് കൂടാണ്. നമ്മുടെ ഭൂമിയുടെ അച്ഛൻ മരണത്തിലേക്ക് അടുക്കുന്നു ക്യാൻസർ കാരണം. ഡോക്ടർ അത് പറഞ്ഞിരിക്കുകയാണ്. ബ്രെയിൻ ട്യൂമർ അതിന്റെ സിവിയർ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി രക്ഷപ്പെടാൻ ആയിട്ട് യാതൊരുവിധ വഴിയുമില്ല എന്നൊരു ലെവലിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭൂമി അവളെ കുറിച്ചിട്ടുള്ള സത്യങ്ങൾ ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അച്ഛൻ്റെ ഈ കാറും എൻ്റെ ജീവിതവും അച്ഛനും ഒക്കെ ആയിട്ടുള്ള ബന്ധം എന്നുള്ള കാര്യം അച്യുതൻ ഇതെല്ലാം കേട്ട് ഞാൻ മോളോട് പറയണോ വേണ്ടേ എന്നൊക്കെയുള്ള ആകെ മൊത്തം ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുവാണ്. അത് മാത്രമല്ല നമ്മുടെ അഞ്ജനയോട് പറയുന്നുണ്ട് അജയ്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, എനിക്കതിന് സമ്മതമല്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഗുണ്ടാ കമാൽ ഏത് നിമിഷം വേണമെങ്കിലും അച്യുതനെ തട്ടിക്കളയും എന്നുള്ള ഒരിതില് ഗുണ്ടാ കമാൽ പിന്നാലെ തന്നെ നടക്കുവാണ്. ഭൂമി അച്യുതനെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്, നാളെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങളും വിശേഷങ്ങളുമായിട്ട് അജയുടെയും ഭൂമിയുടെയും ജൂൺ 25 എപ്പിസോഡ് 20 വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ അപ്ഡേറ്റ്സിനും എക്സ്പ്ലനേഷൻസിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോ ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കിയായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഭൂമി രാവിലെ ഓടുകയാണ്, ജോഗിങ് ചെയ്യുന്നു. അച്യുതൻ എന്ത് ചെയ്യുന്നു, വഴിയിൽ കാറും കുറേ ജ്യൂസും പലഹാരങ്ങളൊക്കെ ആയിട്ട് അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പൊ എന്താ ഭൂമി ഇന്ന് നിനക്ക് പണ്ടത്തെ പോലെ ഒരു ഉഷാറില്ലാത്ത? ഞാൻ കുറച്ച് ദിവസം ഒരു ശ്രദ്ധിക്കുക, പണ്ടത്തെ പോലെ തമാശയില്ല, ചിരിയില്ല, ഒന്നുമില്ല അച്ഛാ എന്ന് പറയാം. എന്തോ ഉണ്ട് എന്നോട് പറയും മോളെ, ഇത് കഴിക്കാൻ എനിക്ക് വേണ്ട അച്ഛാ എന്ന് പറഞ്ഞ് അച്ഛനെ കെട്ടിപ്പിടിച്ച് ഭൂമി അച്ഛൻ്റെ കവളത്ത് ഉമ്മ കൊടുക്കുവാണ്. നമുക്ക് പോണ്ടേ, അച്ഛൻ്റെ CCTV ഓൺ ആവോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും എൻ്റെ പൊന്നു മോളെ ഇത് വന്ദേ ഭാരതാണ്, വന്ദേ ഭാരത് എന്ന് പറയുക. അങ്ങനെ എന്നിട്ട് നമ്മുടെ ഭൂമിയും അച്ഛനും കൂടെ നേരെ കാറിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോഴത്തേക്കും ഭൂമി പറയാ തുടങ്ങി വന്ദേ ഭാരത്. സ്റ്റാർട്ടിങ് ട്രബിൾ കാരണം അങ്ങനെ ഇവിടെ വഴി കിടക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ അച്യുതൻ എന്ത് ചെയ്യുക, അത് നോക്കാനായിട്ട് പുറത്തിറങ്ങുകയാണ്. അങ്ങനെ വണ്ടിയുടെ ബോണറ്റൊക്കെ തുറന്ന് നോക്കിയിട്ട് ഓയിൽ ലീക്ക് ആണെന്ന് തോന്നുന്നു, രക്തം ഛർദ്ദിക്കുന്നത് പോലെ. വണ്ടിക്ക് ഇനി അധികം ആയുസില്ല മോളെ എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും ഭൂമി ഈ രക്തം ഛർദ്ദിക്കുന്നു, ഓയിൽ ലീക്ക് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. വണ്ടിക്ക് അധികം ആയുസില്ല എന്ന് പറയുമ്പോൾ ഭൂമി ഇങ്ങനെ എൻ്റെ അച്ഛനും അധികം ആയുസില്ലല്ലോ എന്നുള്ള കാര്യം ഭൂമി ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ച് കരയുവാണ്. അപ്പൊ അച്യുതൻ ചോദിക്കുക, എന്താ മോളെ? ഒന്നുമില്ല അച്ഛാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ അച്യുതനൊരു ഷർദിൽ വരുന്നു. ഷർദിൽ വരുമ്പോഴത്തേക്കും ഷർദിൽ വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഭൂമി ചോദിക്കണം, അച്ഛാ ഈ കാറും അച്ഛൻ്റെ ജീവിതവും ഞാനും ഒക്കെ ആയിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്കറിയാം, അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണത്, എന്താ അച്ഛാ അതുമായിട്ടുള്ള ബന്ധം? അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ അച്യുതൻ അങ്ങനെ ചോദിക്കുമ്പോൾ ഷോക്കായിട്ട് രക്തം ഛർദ്ദിക്കുകയാണ്. രക്തം ഛർദ്ദിക്കുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഈ വണ്ടി ആരോടെങ്കിലും വിളിച്ച് പറഞ്ഞ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ പറഞ്ഞു, ടാക്സി വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഭൂമി ടാക്സി വിളിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡോക്ടറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഭൂമി, പുറത്ത് കാത്തിരിക്കുന്ന നമ്മുടെ അച്യുതൻ. ഡോക്ടർ പറയാണ് എത്രയും വേഗം സർജറി നടത്തണം, അച്യുതനെ മരണത്തിന് വിട്ടു കൊടുക്കണോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും ഭൂമി വിഷമത്തോടെ പറയാണ്, അച്ഛനില്ലാത്തൊരു ലോകം എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല, ഞാൻ മാക്സിമം ക്യാഷ് അറേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല, കോഫി ഷോപ്പ് ഉണ്ടെന്നും പറഞ്ഞ് ആരും ഒന്നും തരുന്നില്ല എന്ന് പറയാ. അപ്പൊ ഡോക്ടർ പറയാണ് ഞാനൊരു ക്യാഷ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിന്റെ ഒരു ലെറ്റർ തരാൻ, ഭൂമി ഒന്ന് വെയിറ്റ് ചെയ്യ്, അവരൊന്ന് ചിലപ്പോൾ ക്യാഷ് കിട്ടിയാലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ കൊടുക്കാനായിട്ട് പെയിൻ കില്ലർ എന്ന് പറഞ്ഞിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെ ഭൂമി പുറത്ത് വന്ന് അച്യുതന്റെ അടുത്ത് ഇരിക്കുവാണ്. അപ്പൊ എന്താ മോളെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ രക്തം ഛർദ്ദിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുക അച്യുതൻ. അപ്പോഴത്തേക്കും അൾസറിന്റെ ആരംഭം അച്ഛാ, അത് മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു എന്നിങ്ങനെ പറയാ. എന്നിട്ട് എന്ത് ചെയ്യാണ്, അച്ഛാ പറ ഞാനും ആ കാറും അച്ഛനുമായിട്ടുള്ള ബന്ധം എന്തുവാ എന്നിങ്ങനെ ചോദിക്കുക. അപ്പൊ പെട്ടെന്ന് ഭൂമി ഡോക്ടർ വിളിക്കുന്നു കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ് ഭൂമി എന്ത് ചെയ്യാണ്, ഡോക്ടറിന്റെ അടുത്തേക്ക് പോവുക. അപ്പൊ അച്യുതൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുവാണ്, വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഭൂമിയെ നമ്മുടെ ഭവാനി എന്ത് ചെയ്യുന്നു, ഭൂമിയെ അച്യുതന്റെ കയ്യിൽ കൊടുത്ത് അന്നത്തെ ദിവസം രാത്രി അച്യുതന്റെ നാട്ടിലുള്ള 2 സിനിമാറ്റോഗ്രാഫി ഒക്കെ നടത്തുന്ന അവരുടെ അടുത്ത് പോയിട്ട് പറയാം, നിങ്ങളുടെ സിനിമയുടെ പടം പിടുത്തമൊക്കെ എന്തായി, എനിക്കൊരു വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്ത് തരോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അവരുടെ സഹായത്തോടു കൂടി നമ്മുടെ ഭൂമിനെ വണ്ടി ഇടിച്ച് വീഴ്ത്തുന്നതും അതുപോലെ മെത്തയുടെ പുറത്ത് കരിയിലേക്ക് വാരയിട്ടിട്ട് അവിടെ ആ കുഞ്ഞിനെ വീഴ്ത്തി മൂക്കിൽ രക്തം വരുന്നത് പോലെയൊക്കെയുള്ള വീഡിയോ ഇവർ ക്രിയേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തതാണ് എന്നുള്ള കാര്യം അച്യുതൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതായത് എല്ലാം ഭവാനിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി അച്യുതൻ അഭിനയിച്ച് ചെയ്ത വീഡിയോ ആണ് എന്നുള്ള കാര്യം, ഭൂമിയെ രക്ഷിക്കാനായിട്ടുള്ള ആ ഒരു വീഡിയോയുടെ കാര്യം അച്യുതൻ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുവാണ്.
ഓക്കെ. പിന്നീട് എന്ത് ചെയ്യുന്നു, നമ്മുടെ അച്യുതൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കും ആ ഹോസ്പിറ്റലിൽ നമ്മുടെ അച്യുതനെ ഫോളോ ചെയ്തുകൊണ്ട് കമാൽ വരുവാണ്. ഗുണ്ട കമാൽ വന്നിട്ട് ഇങ്ങനെ അച്യുതന്റെ അടുത്തേക്ക് നടന്നു പോയിട്ട് ഇങ്ങനെ കത്തി പിറകിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കത്തി ഇങ്ങനെ ഓപ്പൺ ചെയ്യുക കുത്താനായിട്ട്. പെട്ടെന്ന് ഭൂമി വന്നിട്ട് അച്ഛ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോൾ കമാൽ അവിടെ നിന്ന് പോവാണ്. കമാൽ അവിടെ നിന്ന് ഷേ എന്ന് പറഞ്ഞ് പോകുന്നു. എന്നിട്ട് നേരെ എന്ത് ചെയ്യുന്നു, അച്ഛനെയും കൊണ്ട് ഭൂമി പുറത്തേക്ക് വരുവാണ്. അച്ഛൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയി സ്കൂട്ടർ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഭൂമി സ്കൂട്ടർ എടുക്കാൻ പോകുമ്പോൾ വീണ്ടും നമ്മുടെ അച്യുതൻ പതിയെ 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 നടക്കുക. അച്യുതന്റെ പിറകിൽ അച്യുതനെ ഫോളോ ചെയ്തുകൊണ്ട് കമാൽ അവിടെ അങ്ങനെ നിൽക്കുവാണ്. കമാൽ വീണ്ടും വരുമ്പോൾ കത്തി കുത്താനായിട്ട് വരുമ്പോൾ സ്കൂട്ടറുമായിട്ട് നമ്മുടെ ഭൂമി വന്ന് അച്ഛനെയും കയറ്റിക്കൊണ്ട് പോകുന്നു. അങ്ങനെ കമാലിന്റെ പ്ലാൻ ഫുള്ള് ഫെയിൽ ആവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഭൂമിയോട് ഓർഡർ കൊടുക്കുകയാണ് ബാലേട്ടൻ. സ്റ്റേഷനകത്ത് വന്നിട്ട് മോളെ 15 ചായ, 15 വട, 15 ഉണ്ണിയപ്പം. എന്താ ബാലേട്ട ആ വിശേഷം? ആ ഒരു വിശേഷമുണ്ട് മോളെ എന്നിങ്ങനെ പറയാ. എന്നിട്ട് നമ്മുടെ പോലീസുകാരെല്ലാവരും കൂടി ബൊക്കയും മാലയും സ്വീകരണവും ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ ആൽഫ്രഡ് അങ്ങോട്ട് വരുവാണ്. എന്താ ഇവിടെ സംഭവം? എല്ലാവരും ആരെയോ സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ടല്ലോ, പുതിയ ട്രാൻസ്ഫർ വല്ലതും ആയോ എന്നിങ്ങനെ ചോദിക്കുക. അല്ല, ആഭ്യന്തരമന്ത്രിയുടെ മോന്റെ കേസ് തെളിയിച്ചില്ലേ നമ്മുടെ CA അജയ് സാർ. അപ്പൊ അജയ് സാറിനെ അനുമോദിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പറയുക. അപ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്, നമ്മുടെ അജയ് ഇതേ സമയം നമ്മുടെ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ എത്തും. അപ്പൊ ഭൂമി കാണുവാണ്. സാറേ എന്താ സാറേ വിശേഷം എന്നിങ്ങനെ ഉറക്കെ ചോദിക്കുക ഭൂമി. അപ്പോഴത്തേക്കും എന്താ നിനക്ക് വല്ല വിശേഷമോ ഉണ്ടോ എന്നിങ്ങനെ ഭൂമിയോട് അജയ് കളിയാക്കിക്കൊണ്ട് ചോദിക്കുക. പറയും അല്ല പൊങ്കാല ഇടാൻ പോവായിരുന്നേ എന്നിങ്ങനെ നമ്മുടെ അജയ് അങ്ങോട്ട് പറയാം. അതാ അവിടുത്തെ വിശേഷം. ആ സാറിനല്ലെങ്കിലും പൊങ്കാല കുറെ കിട്ടുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയാം. അങ്ങനെ അജയ് ദേഷ്യത്തോടെ കയറി പോലീസ് സ്റ്റേഷനകത്ത് പോവാ. അപ്പോഴത്തേക്കും ഭൂമി എന്തോ വിശേഷം ഉണ്ടല്ലോ, കണ്ടുപിടിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അജയ് സ്റ്റേഷനകത്ത് കയറി പോകുമ്പോൾ തന്നെ SI ഹാര ഇടാൻ തുടങ്ങും. അപ്പൊ എന്താ ഇപ്പൊ പ്രത്യേകിച്ച്, അത് കേസ് തെളിയിക്കാൻ സാറല്ലേ കേസ് തെളിയിച്ച് എന്നൊക്കെയുള്ള കാര്യം പറയാം. അപ്പൊ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയാം. അപ്പൊ അജയ്ക്ക് ഇങ്ങനെ ഹാരം ഇടാനായിട്ട് പോകുമ്പോൾ ബാലേട്ടൻ പറയുക, അല്ല ഭൂമിയെ വിളിക്കണ്ടേ എന്തിന് എന്നിങ്ങനെ അജയ് ചോദിക്കുക. അപ്പോഴത്തേക്കും പറയാം അത് ഭൂമിയല്ലേ ഈ കേസ് തെളിയിക്കാനുള്ള ഐഡിയസ് ആണെന്ന്. ഓഹോ, എങ്കിൽ പിന്നെ താൻ ആ ചായക്കടക്കാരിയെ വിളിച്ച് അവളെ അങ്ങ് അനുമോദിക്കണോ? അവളാണല്ലോ ഇവിടെ ഓരോ തെളിവെടുപ്പിന് പോയതും കേസ് തയ്യാറാക്കിയതും സബ്മിറ്റ് ചെയ്തതും ജയിപ്പിച്ചതും എല്ലാം അവളാണല്ലോ. അപ്പൊ അവളെ അങ്ങ് ആദരിക്കുക എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ എന്നിട്ട് ചായക്കടക്കാരുടെ ഡയറക്കുറിപ്പ് എന്നൊരു പേരും കൊടുക്കുക കേട്ടോ എന്നിങ്ങനെ പറയാം. എന്നിട്ട് വീണ്ടും അതൊക്കെ പോട്ടെ സാറിന് നമ്മൾ അനുമോദിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഹാരം ഇടാനായിട്ട് ഇങ്ങനെ തുടങ്ങണം. അപ്പം താങ്ക് യു എന്നിങ്ങനെ അജയ് പറയുക. പെട്ടെന്ന് കൈ കൊട്ടിക്കൊണ്ട് ക്ലാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഭൂമി അങ്ങോട്ട് കൊള്ളാം സാർ, കൺഗ്രാജുലേഷൻസ്. എന്തായാലും സാറിന് അനുമോദിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് എൻ്റെ മഹാഭാഗ്യമാണ്. എല്ലാം ദൈവനിശ്ചയം അല്ലേ വക്കീൽ സാറേ എന്നിങ്ങനെ ചോദിക്കുക ആൽഫ്രഡിനോട്. അതെ അതെ എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്കും അജയ്ക്ക് ആകെ ദേഷ്യം വരുന്നു. അജയ് അവിടെ നിന്ന് പോവാ. കാരണം ഭൂമിയാണല്ലോ ഈ കേസ് തെളിയിക്കാനുള്ള പ്രധാന ഒരു ഐഡിയ ഹുക്കിട്ട് കൊടുത്തത്. അങ്ങനെ അജയ് നേരെ ക്യാബിനിലോട്ട് പോവാ. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു. പിന്നീട് നമ്മുടെ ആൽഫ്രഡ് നേരെ ക്യാബിനകത്ത് പോയി ഇരിക്കുക. അപ്പോഴത്തേക്കും നിനക്ക് നിന്റെ ഈഗോ വർക്കായി അല്ലേടാ, ശരിക്കും ഈ ഭൂമിക്ക് പങ്കില്ലേ ഈ കേസ് തെളിയിച്ചതിൽ എന്നിങ്ങനെ ചോദിക്കുക. അപ്പൊ അജയ് പറയാ പങ്കുണ്ടോന്നോ, അവക്കാണ് ഈ കേസ് തെളിയിച്ചതിന്റെ ഫുൾ ക്രെഡിറ്റ്, അവൾ തന്നിട്ടുള്ള ഐഡിയ എന്നാണ് ഞാനിത് തെളിയിച്ചത് തന്നെ. പക്ഷെ ചായക്കടക്കാരിയുടെ എനിക്കൊരു ഈഗോ ഉണ്ട്, ശരിയാ. അപ്പോഴത്തേക്ക് അജയ് പറയാം പണ്ടത്തെ അജയ് അല്ലടാ ഇപ്പൊ, അജയ് ഇപ്പൊ ഒരുപാട് മാറി. അപ്പൊ ആൽഫ്രഡ് പറയാ പണ്ട് നീ ഇക്വാളിറ്റിയുടെ ചോരത്തിളപ്പിലാണല്ലോ പോലീസ് ജോയിൻ ചെയ്തത്. അപ്പൊ അജയ് പറയാ ഭൂമി നീ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഭൂമി അവള് അടിപൊളിയാണെന്നല്ലേ? അതെ, അവള് ഇന്റലിജന്റ്, എനിക്ക് അവളുടെ അടുത്തൊരു ഇഷ്ടമൊക്കെ ഉണ്ട്, അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാ. പക്ഷെ എനിക്ക് നയനയോടുള്ള ഒരു ചങ്ക് പറിച്ച് അവൾക്ക് കൊടുത്തതിന് ഉള്ള സ്നേഹത്തിന് ശേഷം പിന്നീട് എനിക്ക് ആരെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ കടിച്ച് കീറാനുള്ള ഒരു മനോഭാവമാണ്. ഞാനിങ്ങനെ ആയിപ്പോയടാ, ഭൂമിയോട് ഞാൻ സോറി പറയണോ എന്നാണോ നീ പറയുന്നത്? ഞാൻ പറയാവിടാ എന്നിങ്ങനെ നമ്മുടെ അജയ് പറയുക. ഇതേ സമയം നമ്മുടെ ഭൂമി ചായയും വടയും ഒക്കെ ആയിട്ട് നേരെ സ്റ്റേഷനകത്ത് വന്ന് എല്ലാവർക്കും കൊടുക്കുക. അപ്പോഴത്തേക്ക് ബാലേട്ടൻ പറയാം ഞാനാ മോളെ പ്രശ്നം ഉണ്ടാക്കി വിട്ടത്. അപ്പൊ ഭൂമി പറയാ ഞാനും കുറച്ച് ഓസ്മാർട്ട് ആയിപ്പോയി, ഞാൻ പോയി സോറി പറയാനുള്ള ബാലേട്ടാ എന്നിങ്ങനെ പറയാ. അപ്പോഴത്തേക്ക് സോറി പറയാൻ പോണോ ഭൂമി, ആകെ പ്രശ്നമാകുവേ, ഞാൻ നോക്കട്ടെ വെള്ളം ഒഴിച്ച് തണുപ്പിക്കാൻ പറ്റുമെന്ന് എന്ന് പറഞ്ഞ് ഭൂമി നേരെ ക്യാബിനകത്തോട്ട് കയറുക. എന്നിട്ട് ഭൂമി സാർ ചായ ഇവിടെ വെച്ചോ എന്നിങ്ങനെ പറയാ. അജയ് ആൽഫ്രഡും അടുത്തിരിപ്പുണ്ട്. എന്നിട്ട് ഭൂമി ചായ വെച്ചിട്ട് സോറി സാർ എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും അജയ് സോറി എന്നിങ്ങനെ പറയാ. എന്നിട്ട് ഭൂമി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ താനങ്ങ് പോവാണോ, സോറി പറഞ്ഞിട്ട് അങ്ങ് പോകാനാണോ തന്റെ തീരുമാനം? താനാണ് ആ കേസ് തെളിയിച്ചത്, തനിക്കാണ് അതിന്റെ പൂർണ്ണ എന്താ പറയാ വിജയവും വേണ്ടത് എന്നിങ്ങനെ അജയ് പറയാം. അപ്പോഴത്തേക്കും ഭൂമി പെട്ടെന്ന് പറയാം അയ്യോ എനിക്കതൊന്നും വേണ്ടായ, സാറിനാണ് ആ ക്രെഡിറ്റ്. പിന്നെ സാർ ഇങ്ങനെ സൗമ്യമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒട്ടും കൊള്ളത്തില്ല, സാറിന് പറ്റിയത് ആ ഒരു ദേഷ്യപ്പെടുമ്പോൾ ഉള്ള ചേല് പ്രത്യേക ഒരു അഴകാണ് എന്നിങ്ങനെ പറയാം. സാർ ചായ കുടിക്കുന്നില്ലേ, ഞാൻ ചായ എടുത്തു തരാം എന്ന് പറഞ്ഞ് ഭൂമി ചായ എടുത്ത് ഇങ്ങനെ അജയുടെ കൈ കൊടുക്കാണ്. പറയാം എടുത്തൊരു പൊടി, നീ അങ്ങോട്ട് കണ്ടുപോകരുതെന്ന് പറഞ്ഞ് അജയ് ദേഷ്യപ്പെടുവാണ്. ഇനി അത് കളിക്കാണോ കാര്യത്തിനാണോ എന്നൊക്കെയുള്ള നാളെ അറിയാൻ പറ്റുള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ചിട്ടാണ് അവസാനിക്കുന്നത്. നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ നമ്മുടെ ഭൂമി
കർത്താവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷൻ നടക്കണേ, അതിനുള്ള പൈസ സംഘടിപ്പിക്കാൻ എനിക്ക് പറ്റണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഭൂമിയെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഭവാനിയുടെയും കമാലിൻ്റെയും പ്ലാനാണ് അച്യുതൻ്റെ കയ്യിലിരിക്കുന്ന മകള് അത് അയാൾ ദത്തെടുത്തതാണെങ്കിൽ അയാൾ യഥാർത്ഥ മകളല്ലെങ്കിൽ അതിനർത്ഥം അത് അഭിരാമിയാണ്, അഭിരാമിയെ കൊന്നു കളയണമെന്ന് ഭൂമി നമ്മുടെ കമാലിനോട് പറയാണ് ഭവാനി. പിന്നീട് നമ്മുടെ കമാല് അതുപോലെ അച്യുതനും ഭൂമിയും കൂടി വീട്ടിൽ നിന്ന് പോയതിനു ശേഷം നമ്മുടെ അംബികയെ ഫോളോ അപ്പ് ചെയ്ത് ആ വീട്ടിൽ വരുവാണ്, ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുവാണ്. അതിനുശേഷം നമ്മുടെ അജയ് അഞ്ജനയുടെ ഒരു കോഫി ഹൗസ് വെച്ച് പറയണം, അഞ്ജന എനിക്ക് നീയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞ് അഞ്ജന ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡും പ്രൊമോയൊക്കെ അവസാനിക്കുന്നത്. നമുക്ക് നോക്കാം ഇനി എന്താ നടക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.